നമസ്കാരം. തലശ്ശേരിയിൽ ലിബിനയുടെ ചെവിയിൽ കയറിയ പാമ്പ്. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. പ്രചരിക്കുന്ന വീഡിയോയ്ക്കൊപ്പമുള്ള റൈറ്റപ്പിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് ഈ സംഭവം നടന്നതെന്നും ഇപ്പോൾ തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് തന്നെ ചൂട് കിട്ടുന്നതിന് വേണ്ടി, അതായത് ഉറങ്ങിക്കിടന്ന ലിബിനയുടെ ചെവിയിൽ പാമ്പ് കയറിയിരുന്നു എന്നുമാണ് പറയുന്നത്. ഫയർഫോഴ്സ് എത്തിയതിനു ശേഷമാണ് ഈ പാമ്പിനെ ചെവിയിൽ നിന്നും പുറത്തെടുത്തത്. പാമ്പ് ചത്തുപോയി. പള്ളിക്കട്ടൻ ഇനത്തിൽപ്പെട്ട പാമ്പായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഈ വീഡിയോ സത്യമാണെന്ന് കരുതി ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ച എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, ആ പാമ്പിന്റെ തലഭാഗം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ പാമ്പിന് ഏകദേശം എത്രത്തോളം നീളം കാണും? ഇത്രയെങ്കിലും മിനിമം നീളം കാണുമല്ലോ, ഏറ്റവും ചുരുങ്ങിയത്. എന്നാൽ നമ്മുടെ ഈ ചെവിയിൽ നിന്ന് ഈ ചെവിയിലേക്കുള്ള ഒരു ദൂരം നമ്മൾ നോക്കി ഏകദേശം ഒരു 10-15 സെന്റിമീറ്റർ മാത്രമായിരിക്കും അല്ലേ. ഏറ്റവും ചുരുങ്ങിയത് ഒരു 1.5 അടി നീളമെങ്കിലും ഉള്ള ഒരു പാമ്പിന്റെ തലയാണ് നമ്മൾ ആ ചെവിയിൽ കാണുന്നത്. അപ്പോൾ അത്രയും നീളമുള്ള ഒരു പാമ്പ് എങ്ങനെ ചെവിയിൽ കയറി എന്നൊന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഈ വീഡിയോ വ്യാജമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി അതൊന്നും വേണ്ട, നമ്മൾ ചെവി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇയർബഡ്സിന്റെ നീളം എത്രയാണ്? ഏകദേശം ഇത്രയും വലിപ്പം മാത്രമായിരിക്കും അതിന് വരുന്നത്. ഒരു 4-5 സെന്റിമീറ്റർ ആയിരിക്കും അതിന്റെ വലിപ്പം വരുന്നത്. അതിന്റെ പകുതി ഭാഗം മാത്രമാണ് നമ്മൾ ഇതിനുള്ളിലേക്ക് നമുക്ക് കയറ്റാനും സാധിക്കുള്ളൂ. അതായത് ഏകദേശം 2-2.5 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള നമ്മുടെ ചെവിയിലാണ് ഏകദേശം ഒരു 1.5 അടി നീളമുള്ള അല്ലെങ്കിൽ ഒരു 2 അടി നീളമുള്ള ഒരു പാമ്പ് കയറി എന്ന് പറഞ്ഞ് അത് വിശ്വസിച്ച് കുറെ ആളുകൾ ഇവിടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തലശ്ശേരിയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതെല്ലാം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയ്ക്കൊപ്പമുള്ള റൈറ്റപ്പിൽ പറയുന്നത്. ഇതൊരു ചത്ത പാമ്പിന്റെ തലഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള പാമ്പുകളുടെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റുകൾ കളിപ്പാട്ടമായിട്ടോ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വേണ്ടി ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ ഒരു തലയുടെ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തുകൊണ്ട് ചെവിക്കകത്ത് വെച്ച് ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ മാത്രമാണെന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഈ വീഡിയോ ഒരുപാട് നാളുകൾക്ക് മുൻപ് തന്നെ മറ്റു പല സ്ഥലങ്ങളിലും നടന്ന സംഭവം എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും പ്രചരിച്ച വീഡിയോ ആണ്. ഇത്തരത്തിലുള്ള നിരവധി വ്യാജ വാർത്തകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം മുൻപുള്ള എപ്പിസോഡുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുൻപുള്ള എപ്പിസോഡുകൾ കാണാനായിട്ടൊന്ന് ശ്രമിക്കുക.